പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒക്ടോബർ മാസത്തിലേക്ക്, കൊന്ത മാസത്തിലേക്ക് നമ്മളെ പ്രവേശിച്ചിരിക്കുകയാണ്. നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് നോക്കിയേ. മുഴുവൻ ജപമാല ഈ മാസത്തിൽ 31 ദിവസങ്ങളും മുഴുവൻ ജപമാല, അതായത് 4 ജപമാലകൾ, സന്തോഷം, അതുപോലെ പ്രകാശം, ദുഃഖം, മഹത്വം, 4 ജപമാലകൾ ചെല്ലണം. എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ ബലി അർപ്പിച്ച് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ സ്വർഗീയ നിയോഗങ്ങളിൽ ഇത്തവണ നമ്മൾ ഈ കുഞ്ഞ് ഭൗതികമായ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ ചോദിക്കരുത്. രോഗം മാറാൻ, അല്ലെങ്കിൽ നമ്മുടെ ജോലി കിട്ടാൻ, കല്യാണം നടക്കാൻ, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ, അതൊന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ഈശോയെ, ഞങ്ങൾക്ക് യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ വിത്ത് ജീസസ്, യേശു അനുഭവം, അതിനായിട്ട് ഉത്കടമായ വിധത്തിൽ അനേകം ദൈവമക്കളോട് ചോദിക്കുമ്പോൾ അവർ ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അത് ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നോക്കൂ സഹോദരങ്ങൾ, ഒരു ഭൂമിയിൽ നമ്മൾ 10, 60, 70, 80, 90 വർഷക്കാലം ജീവിച്ചിട്ട് ഈ ഒരു അനുഭവത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ എത്ര വലിയ ഒരു തിന്മയായിരിക്കും അത്. അപ്പോൾ നമ്മൾ ഇത്തവണ നമ്മൾ ഭൗതികമായ ഒരു കാര്യം പ്രാർത്ഥിക്കേണ്ടത്. ഈ 31 ദിവസം 4 ജപമാല, ബലിയർപ്പണം, കുടുംബ പ്രാർത്ഥന, ഇതിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു അനുഭവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 147:3. അവിടെ വചനം പറയാണ്, അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തകർന്ന ഹൃദയത്തോട് കൂടിയിട്ടൊക്കെയാണല്ലോ. പക്ഷെ നമുക്ക് കർത്താവിൻ്റെ സൗഖ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമുക്ക് യേശു ആരാണെന്ന് അറിയില്ല. യേശുവിൻ്റെ സ്നേഹം എന്താണെന്ന് നമ്മൾ അനുഭവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നേരത്തെ അച്ഛൻ നിങ്ങളോട് പറഞ്ഞത്, ഈ ഒക്ടോബർ മാസത്തിലെ നിയോഗം ഒരു യേശു അനുഭവമാണ്. അങ്ങനെ ഒരു യേശു അനുഭവമുള്ള വ്യക്തിക്ക് ഈ വചനം അവർക്കിത് പറയുമ്പോൾ തന്നെ മനസ്സിലാകും. എനിക്കറിയാം പ്രിയ സഹോദരങ്ങളെ, സെൻറ്റ് മേരീസ് ധ്യാന കേന്ദ്രത്തിലായിരുന്ന സമയത്ത് അനേകം വിജാതീയ മക്കൾ ഒരു യേശുവിൻ്റെ അനുഭവം ശരിക്ക് ജീവിതത്തിൽ അനുഭവിച്ച് ശരിക്കും വെച്ച ഈ വചന ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തി അവരുടെ മുറിവുകൾ വെച്ച് കിട്ടുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ പറയാറുണ്ട്, ലോകത്തിൽ ഒരു മനുഷ്യനും വെച്ചാൽ ഈശോ നമ്മെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കാൻ പറ്റുകയില്ല. കാരണം ഈശോയുടെ സ്നേഹം അത്ര വലുതാണ് എന്ന് ആ വിജാതീയ മക്കൾക്ക് പറയാൻ കാരണം അവർ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചത് കൊണ്ടാണ്. നമ്മുടെ പ്രശ്നം എന്താണെങ്കിൽ യേശുവിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചിട്ടുമില്ല, അതിനായിട്ട് ആഗ്രഹിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഗുരുതരമായ നമുക്കിന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളുടെയും മൂല കാരണം പ്രിയ സഹോദരങ്ങളെ ഈ കാണപ്പെടുന്ന കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമല്ല, മറിച്ച് യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അത്തരത്തിലുള്ളൊരു അഭിഷേകത്തിലേക്ക് ഈ ഒരു 31 ദിവസത്തെ നിയോഗങ്ങളെല്ലാം, അതുമായിട്ട് ബന്ധപ്പെട്ട നിയോഗങ്ങളിലേക്ക് ധാരാളം ജപമാല ചെല്ലാൻ, ഏകാഗ്രതയോടെ ബലിയർപ്പിക്കാൻ, വചനം വായിക്കാൻ, അത്തരത്തിലുള്ള സ്വർഗീയമായ നിയോഗങ്ങളാകട്ടെ ഇത്തവണ നമ്മൾ എടുക്കേണ്ടത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ.